നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക മഴ ദിനം. സംസ്ഥാനത്ത് മഴപ്പെയ്ത്തിന്റെ സ്വഭാവം മാറുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അളവിൽ മഴ. ചിറക്കടവിൽ ആൽമരത്തിന് വൃക്ഷായുർവേദ ചികിത്സ നൽകി. ഉണങ്ങിയ മരത്തിന് പുതിയ നാമ്പു വരുമെന്ന പ്രതീക്ഷ. വൃക്ഷചികിത്സയ്ക്ക് വാഴൂർ NSS സ്കൂളിലെ വിദ്യാർത്ഥികളും. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് സമാപനം. ജപമാല പ്രദക്ഷിണത്തിന് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴപ്പെയ്ത്തിന്റെ സ്വഭാവത്തിൽ വ്യതിയാനം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അളവിലാണ് മഴ ലഭിക്കുന്നത്. ലോക മഴ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട്. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു. ഇപ്പോൾ പെയ്യുന്നതിന്റെ അധികവും അതിതീവ്ര മഴയാണ്. മിതത്വമുള്ള മഴ ഇല്ലാതാവുകയാണ്. ഇപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിലാണ് മഴ ലഭിക്കുന്നത്. എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലത്ത് മഴ ദിനങ്ങൾ കുറയുകയും ചെയ്യുന്നു. കാലവർഷക്കാറ്റിന്റെ ശക്തി ദുർബലമാകുന്നതാണ് മഴ കുറയാൻ കാരണമാകുന്നത്. കരയും കടലും തമ്മിലുള്ള താപനിലയിലെ വ്യത്യാസമാണ് കാറ്റിനെ കരയിലേക്ക് അടുപ്പിക്കുന്നത്. എന്നാൽ കടലിലും കരയിലും ചൂട് കൂടുന്നതാണ് തിരിച്ചടിയാകുന്നത്. മഴ ദിനങ്ങൾ കുറവാണെങ്കിലും ലഭിക്കുന്നത് അതിതീവ്ര മഴ ആയതിനാൽ ആകെ ലഭിക്കേണ്ട മഴ ഏകദേശം ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് ഭൂമിക്ക് ഗുണകരമായ ഒന്നല്ല. ഭൂമിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങി ഭൂഗർഭജല സമ്പത്ത് വർദ്ധിക്കുന്നതിന് വിപരീതമായി വെള്ളം പുഴകൾ വഴി കടലിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും വൻ നാശത്തിനാണ് വഴിവെക്കുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മഴയിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനമർദ്ദം, ന്യൂനമർദ്ദപാതി, ചുഴലിക്കാറ്റ് എന്നിവ രൂപപ്പെടുന്നതാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം ചില്ലകൾ ഉണങ്ങിയതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചു നിർത്തിയ ആൽമരത്തിന് വൃക്ഷായുർവേദ ചികിത്സ നൽകി. വൃക്ഷചികിത്സകൻ K. ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം സംസ്ഥാന പാതയോരത്ത് ചില്ലകൾ ഉണങ്ങി യാത്രക്കാർക്ക് അപകട ഭീഷണിയായതിനാൽ പാതി മുറിച്ചു നിർത്തിയ ആൽമരത്തിന് പുനർജീവനേകാൻ വൃക്ഷായുർവേദ ചികിത്സ തുടങ്ങി. ഒരാൾ പൊക്കത്തിൽ തായ്തടി നിലനിർത്തി മുറിച്ചാൽ ആയുർവേദ ചികിത്സയിലൂടെ ആൽമരത്തിന് പുനർജീവനേകാമെന്ന് ജില്ലാ ട്രീ അതോറിറ്റി അംഗവും സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവുമായ K. ബിനു അറിയിച്ചിരുന്നു. അതിനാലാണ് മരത്തിന്റെ ചുവട് ഭാഗം നിർത്തി മുറിച്ചത്. ഞായറാഴ്ച രാവിലെ K. ബിനുവിന്റെ നേതൃത്വത്തിൽ പച്ചമണ്ണും വിവിധയിനം ഔഷധങ്ങളും ചേർത്ത മിശ്രിതം മരക്കുറ്റിയിൽ പൊതിഞ്ഞുവെച്ചു. തുടർന്ന് കോട്ടൺ തുണി കൊണ്ട് ചുറ്റിവരിഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആൽമരത്തിന് നാമ്പുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സ. രോഗമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി, അത് പരിചരിക്കുന്നതിന് വേണ്ടി ഈ വൃക്ഷായുർവേദം പഠിച്ച ആളുകൾ വീടുകൾ തോറും സഞ്ചരിക്കുമായിരുന്നു. അത് 80 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് ആ രീതിയില്ല. അപ്പോൾ അതിനുശേഷം നഷ്ടപ്പെട്ട ഒരു ശാഖയെ വീണ്ടെടുത്തതുകൂടിയാണ് ഞങ്ങളുടെ പരിശ്രമം. വൃക്ഷായുർവേദ ചികിത്സ രീതി കണ്ട് പഠിക്കുന്നതിന് വാഴൂർ SVRV NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളും എത്തിയിരുന്നു. മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ള, ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള ജീവിവർഗമാണ് മരങ്ങളെന്നും അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ചികിത്സയുണ്ട് എന്നും ആ ചികിത്സ ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നും കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ്. ധാരാളം മരുന്ന് കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മിശ്രിതം മരത്തിൽ തേച്ചു പിടിപ്പിക്കുകയും അത് ആ രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനും ഒരു പരിധിവരെ കുട്ടികൾ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗഭാക്കാകാനും അവർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിക്ക് അപ്പുറത്ത് അവർക്ക് കിട്ടുന്ന വിലയേറിയ പ്രകൃതി പാഠങ്ങളാണ് ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ NSS യൂണിറ്റെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവർത്തനവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവുമാണ് ഈ പരിപാടി എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. വൃക്ഷചികിത്സയുടെ തത്സമയ ചിത്രരചന നടത്താൻ ചിത്രകലാ വിദ്യാർത്ഥികളും എത്തിയിരുന്നു. സുനിൽ ഡാവിഞ്ചി ഡയറക്ടറായ വാഴൂർ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളാണ് ക്യാൻവാസിൽ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങൾ വരച്ചത്. പടിഞ്ഞാറേ നടന്നിരിക്കുന്ന ഒരു പോയ ആലുണ്ടായിരുന്നു. അതിന് വൃക്ഷചികിത്സ നടത്തിയിരുന്നു. അപ്പം ഞങ്ങൾ എൻ്റെ സ്റ്റുഡൻറ്റും ചിത്രകല പഠിക്കുന്ന കുട്ടികളും ഞാനും കൂടെ കൂടി അതിനൊരു ലൈവ് സ്കെച്ച് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യമായിട്ട് ചിറക്കടവിൽ. വൃക്ഷായുർവേദ ചികിത്സ കാണുന്നതിന് നിരവധി ആളുകൾ ചിറക്കടവിലെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് സമാപനം. ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണത്തോടെയാണ് തിരുനാൾ സമാപിച്ചത്.
ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ 10 ദിവസം നീണ്ടുനിന്ന തിരുനാളിന് സമാപനമായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന് ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണത്തോടെയാണ് സമാപനം കുറിച്ചത്. തിരുനാളിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിച്ചു. തുടർന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. പിന്നീട് ഇടവക ദേവാലയത്തിൽ മാർ ജോർജ് ആലഞ്ചേരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇടവക ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റിയുള്ള ജപമാല പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. തീർത്ഥാടന ദിവസങ്ങളിൽ അൽഫോൻസാമയുടെ കബറടത്തെങ്കിലേക്ക് നിരവധി ഭക്തരാണ് എത്തിയത്. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയത്തെ ദർശന ഓട്ടോ സ്റ്റാൻഡ് ഇനി മുതൽ പരിസ്ഥിതി സൗഹൃദം. ചെടിച്ചട്ടികൾ വെച്ചും തൊഴിലാളികൾക്ക് വെയിൽ കൊള്ളാതെ വിശ്രമിക്കാൻ കുടകൾ നൽകിയുമാണ് പരിസ്ഥിതി സൗഹൃദമാക്കിയത്. ഒയിസ്ക ഇന്റർനാഷണൽ സംഘടനയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. കോട്ടയം ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ഒയിസ്ക ഇന്റർനാഷണൽ സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കോട്ടയം ദർശന ഓട്ടോ സ്റ്റാൻഡ് പരിസ്ഥിതി സൗഹൃദ ഓട്ടോ സ്റ്റാൻഡായി പ്രവർത്തനം ആരംഭിച്ചു. ചെടിച്ചട്ടികൾ വെച്ചും ഓട്ടോ തൊഴിലാളികൾക്ക് വെയിൽ കൊള്ളാതെ വിശ്രമിക്കുന്നതിന് കുടകൾ നൽകിയും മറ്റ് പരിസ്ഥിതി സൗഹൃദ ഓട്ടോ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുമാണ് പരിപാടികൾ നടത്തിയത്. ഒയിസ്ക പരിസ്ഥിതി സൗഹൃദ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ഒയിസ്ക പ്രസിഡന്റ് AP തോമസ് ചെടിച്ചട്ടികൾ വിതരണം ചെയ്തു. ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ കുടകൾ സമ്മാനിച്ചു. ഇതിനോടനുബന്ധിച്ച് കോട്ടയം ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും നൽകുന്ന ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം PK ആനന്ദകുട്ടൻ നിർവഹിച്ചു. ഇതൊരു ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം നടക്കുമ്പോൾ അച്ഛനും അതോടൊപ്പം തന്നെ ഒയിസ്കയുടെ ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ പറഞ്ഞത്, നമുക്ക് UHID കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയെ വളരെ കരുത്തുറ്റ രീതിയിൽ കൊണ്ടുപോകുന്നതിനും കടലാസ് ലെസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കടലാസ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അത് കേരളത്തിലും അത് ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. അതിന് വലിയ ഫണ്ടുകൾ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ UHID കാർഡ് എല്ലാവരും എടുത്തേ മതിയാകും. അവരവർ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും UHID കാർഡ് നമുക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ലയിലെ 32 ഹോസ്പിറ്റലുകൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഒയിസ്ക ഭാരവാഹികളായ സാജൻ ഗോപാലൻ, ജിജോ V എബ്രഹാം, ഡോക്ടർ ബിനോ ജോസഫ്, കേസറിലേഖ, തോമസ് വർഗീസ്, അതുല്യ ഉത്തമൻ എന്നിവർ UHID കാർഡ് രജിസ്ട്രേഷന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രളയകാലത്ത് വെള്ളം കയറി വീട് നഷ്ടമായ മേരി തോമസിനും കുടുംബത്തിനും വീടും സ്ഥലവും നൽകാൻ കോട്ടയം ജില്ലാ കളക്ടർ ആർപ്പൂക്കര പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി. ലൈഫ് മിഷൻ പദ്ധതിയിൽ മുൻഗണന നൽകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. വീട് നൽകണമെന്നാവശ്യപ്പെട്ട് മേരി തോമസും കുടുംബവും കഴിഞ്ഞ ദിവസം കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. പ്രളയകാലത്ത് വെള്ളം കയറി വീട് നഷ്ടപ്പെട്ട വില്ലൂന്നി ഐക്കരമുക്ക് മേരി തോമസിന് സ്ഥലവും വീടും നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. നടപടിയെടുത്ത ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൈമാറണമെന്ന് കളക്ടർ ജോൺ V സാമുവൽ ആർപ്പൂക്കര പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ലൈഫ് മിഷനിൽ മേരിക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും നിർദ്ദേശമുണ്ട്. 6 വർഷം മുൻപുണ്ടായ പ്രളയകാലത്ത് വെള്ളം കയറി മേരി തോമസിന്റെ വീടിന് കാര്യമായ കേടുപാട് സംഭവിച്ചിരുന്നു. പുതിയ വീട് നൽകുമെന്ന അന്നത്തെ കളക്ടറുടെ ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് മേരിയും കുടുംബവും കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തിയത്. 6 വർഷം പിന്നിട്ടിട്ടും വീട് ലഭിക്കാതെ വന്നതോടെ മേരിയും മകൻ സണ്ണിയും തോമസും ഭാര്യ കുഞ്ഞുമോളും കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തി. വെള്ളപ്പൊക്കമുണ്ടായ ശേഷം വീട് ശുചീകരിക്കുന്നതിനിടെ തെന്നി വീണ് മേരിയുടെ നട്ടെല്ല് പൊട്ടുകയും ചെയ്തു. സാമ്പത്തിക പരാധീനതയും മകന്റെ ഭാര്യയുടെ രോഗാവസ്ഥയും കാരണം ചികിത്സ നടത്താൻ കഴിയാതെ മേരി കിടപ്പിലായി. 71 വർഷമായി മേരിയും കുടുംബവും മഴക്കാലത്ത് ബന്ധുവീടുകളിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാമപുരത്തെ നാലമ്പലങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്കേറുന്നു. K. ഫ്രാൻസിസ് ജോർജ് MP നാലമ്പലങ്ങൾ സന്ദർശിച്ചു. അവധി ദിനങ്ങളിൽ കൂടുതൽ പോലീസ് സേനയുടെ സേവനം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
ഫ്രാൻസിസ് ജോർജ് MP രാമപുരത്തെ നാലമ്പലങ്ങളിൽ ഞായറാഴ്ച സന്ദർശനം നടത്തി. ജനപ്രതിനിധികളോടും UDF ഭാരവാഹികളോടുമൊപ്പം രാമപുരം ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. ക്ഷേത്ര ഭാരവാഹികൾ MPയെ സ്വീകരിച്ചു. തീർത്ഥാടന കാര്യങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും ഭാരവാഹികൾ ഫ്രാൻസിസ് ജോർജുമായി സംസാരിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് അവധി ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് സേനയുടെ സേവനം ആവശ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാല DYSPയുമായി സംസാരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കുമെന്ന് MP ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചു. ക്ഷേത്രങ്ങൾക്ക് സമീപം ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ പുതിയടത്തുചാലിൽ, മെമ്പർമാരായ KK ശാന്താറാം, മനോജ് ചീങ്കലേൽ, റോബി ഉടുപുഴ, ആൽബിൻ ഇടമനശ്ശേരിൽ, സൗമ്യ സേവ്യർ, ജോഷി ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി കാര്യപ്പുറം തുടങ്ങിയവരും MPക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ലോക ORS ദിനം ആചരിച്ചു. ORS ഉപയോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ORS ദിനം ആചരിക്കുന്നത്. കോട്ടയത്ത് കാരാപ്പുഴ ഗവൺമെന്റ് സ്കൂളിലും പുതുപ്പള്ളി ദർശന ഇന്റർനാഷണൽ സ്കൂളിലും ദിനം ആചരിച്ചു. ലോക ORS ദിനം ആചരിച്ചു. നിർജ്ജലീകരണം തടയുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും ORS ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ORS ദിനം ആചരിക്കുന്നത്. കോട്ടയത്തെ വിവിധ സ്കൂളുകളിൽ ORS ദിനം ആചരിച്ചു. കോട്ടയം ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കാരാപ്പുഴ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്കായി ORS കിറ്റ് വിതരണം ചെയ്തു. കുട്ടികൾക്കുണ്ടാകുന്ന ജലജന്യ രോഗവും വിളർച്ച തുടങ്ങിയ അസുഖങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ORS ലായനി കുടിക്കുന്നത് ഉത്തമമാണെന്ന് ദിനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ശശികല പറഞ്ഞു. അതാണ് വിമുക്തമാക്കിയതായിരിക്കും. അതിന് വീണ്ടും കാരണം അണുക്കൾ കൊണ്ടും പാരസൈറ്റ് കൊണ്ട് വൈറസ് കൊണ്ട് ബാക്ടീരിയ കൊണ്ടും ഒക്കെയാണ്. പിന്നെ അല്ലാതെയുള്ള ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കുടലിലുള്ള രോഗങ്ങൾ കൊണ്ടും ഈ ഡയറിയ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനേതിനായാലും ഏറ്റവും ഒരു മാജിക്കൽ മിക്സ്ചർ പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണ്? ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് മാജിക്കൽ മിക്സ്ചർ. ആ മാജിക്കൽ മിക്സ്ചറാണ് ഈ ORS. കുട്ടികൾക്കായുള്ള ORS കിറ്റ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് തങ്കമണി R ഏറ്റുവാങ്ങി. സ്കൂളിലെ അധ്യാപകർ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം PK ആനന്ദക്കുട്ടൻ, കോട്ടയം റോയൽസ് പ്രസിഡന്റ് സാജൻ ഗോപാലൻ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുപ്പള്ളി ദർശന ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ORS ദിനാചരണം ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ORS വിതരണം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഫാദർ മിഥുൻ മാത്യു, ഫിൽക്കോസ് ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, കോട്ടയം റോയൽസ് പ്രസിഡന്റ് സാജൻ ഗോപാലൻ, പ്രിൻസിപ്പൽ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അവസരങ്ങൾ നഷ്ടമാകാതിരിക്കാൻ കൂട്ടായ യത്നം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് വണിക വൈശ്യസംഘം സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വണിക വൈശ്യസംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനം നടത്തി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പൂർണ്ണമായും പാലിച്ച് മുന്നോട്ടു പോകാൻ സംഘടനയ്ക്ക് കഴിയണം. അവസര നിഷേധം മൂലം പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ കൂട്ടായ യത്നം വേണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഒന്ന് കൂട്ടായ യത്നം നടത്തണം. ആ യത്നം നടത്തുമ്പോൾ എല്ലാവരെയും കൂട്ടുപിടിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് യുക്തമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവരെയും കൂട്ടുപിടിച്ച് പോകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നീതിയും ന്യായവും മര്യാദയും ഒരു സാമൂഹ്യ നീതിയും കാണിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ പ്രത്യേകമായി ഒരു കരുതൽ കൂടി വെച്ചാൽ വരാൻ പോകുന്ന തലമുറയെങ്കിലും കേരളത്തിൽ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല സഹായത്തോടുകൂടി അതേസമയം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പോകാൻ കഴിയണം. 2023-24 വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC+2 ഡിഗ്രി PG പ്രൊഫഷണൽ ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കും വിവിധ എൻട്രൻസ് പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കോട്ടയം ജവഹർ ബാലഭവനിൽ നടന്ന സമ്മേളനത്തിൽ KVVS ജില്ലാ പ്രസിഡന്റ് PK ചെല്ലപ്പൻ ചെട്ടിയാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M രാമചന്ദ്രൻ ചെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രമോഹൻ, ജില്ലാ സെക്രട്ടറി KT വിജയൻ, ജില്ലാ പ്രസിഡന്റ് ഓമന TA, യൂത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അരുൺ, സ്നേഹസമാജ് ജില്ലാ പ്രസിഡന്റ് VS ശശികുമാർ, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് പ്രശാന്ത് P തുടങ്ങിയവർ പങ്കെടുത്തു. രക്തദായകരായ ബിനേഷ് TR, അനൂപ് മോഹൻ എന്നിവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
അറിയിപ്പ്. റാന്നി ഇടമുറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ വിഷയത്തിൽ അധ്യാപക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന മുഖാമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ 9447205491. ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിന് കീഴിൽ 2023 ഡിസംബർ 31 വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഭാഗ്യക്കുറി ഏജന്റുമാരും വിൽപ്പനക്കാരും ഓഗസ്റ്റ് 24 മുമ്പ് അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ബയോമെട്രിക് മാസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മാസ്റ്ററിംഗ് നടത്തണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക മഴ ദിനം. സംസ്ഥാനത്ത് മഴപ്പെയ്ത്തിന്റെ സ്വഭാവം മാറുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അളവിൽ മഴ. ചിറക്കടവിൽ ആൽമരത്തിന് വൃക്ഷായുർവേദ ചികിത്സ നൽകി. ഉണങ്ങിയ മരത്തിന് പുതിയ നാമ്പു വരുമെന്ന പ്രതീക്ഷ. വൃക്ഷചികിത്സയ്ക്ക് വാഴൂർ NSS സ്കൂളിലെ വിദ്യാർത്ഥികളും. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് സമാപനം. ജപമാല പ്രദക്ഷിണത്തിന് ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.